ഹലോ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിലിംസ് ഉണ്ടാകുമോ, അതുപോലെ മെയിൻസ് ആയിരിക്കോ, സാധ്യത ഏതിനാണ് എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പൊ നിലവിൽ നമ്മുടെ കമ്പനി ബോർഡ് LGS നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ എത്രയും വേഗം തന്നെ ആദ്യമേ പോയി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ആൻഡ് ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് December 3, 2023 ആണ്. അപ്പൊ ലാസ്റ്റ് ആവട്ടെ, അപ്പൊ പോയി അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമാണ്. എത്രയും പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ പഠനം എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നോക്കാം. 2021 ഏകദേശം 15/12/2021 കമ്പനി ബോർഡ് LGSന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ, ഇതിനു മുൻപുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് PSC എക്സാം നടത്തിയത് എങ്ങനെയാണ്, പ്രിലിംസ് മെയിൻസ് എന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് സ്റ്റേജ് 1 അതായത് മെയ്, ജൂൺ, ജൂലൈ ഇങ്ങനെ 3 മാസങ്ങളിലായിട്ടായിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ സമയത്തും കമ്പനി ബോർഡ് LGSന്റെ കൂടെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും കമ്പനി ബോർഡ് LGSും ഒക്കെ ഒരുമിച്ചിട്ടാണ് അന്നത്തെ കോമൺ എക്സാം ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേ അവസ്ഥ തന്നെയാണ് ഇനി നമുക്ക് കമ്പനി ബോർഡ് LGSന്റെ കൂടെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരൊറ്റ പ്രിലിംസ് എക്സാം ആയിട്ട് നടത്താനാണ് സാധ്യത. കാരണം ഈ പറയുന്ന എക്സാമിന് 8 ലക്ഷം, അതായത് കഴിഞ്ഞ തവണ എന്ന് വെച്ച് കഴിഞ്ഞാല് 8 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ട് 7.5 ലക്ഷത്തോളം ആളുകൾ ഇതിന് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഇത്തവണയും ഏകദേശം അത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത്യാവശ്യം ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് അപേക്ഷിക്കും, ഇതിന് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് അന്ന് നടത്തിയതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 75.5475 ആയിരുന്നു. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജ് മെയിൻസ് എക്സാം നടത്തിയത് മെയ് 17, 2023 ആണ്. അന്ന് 76, ഏകദേശം ഇത് തന്നെയാണ് കട്ട് ഓഫും വന്നത് കേട്ടോ. 76.57 ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നത് January 12, 2024 ആണ്. അപ്പം അടുത്ത വർഷം, അതായത് അടുത്ത വർഷമല്ല, 2027 ജനുവരി മാസം 12-ാം തീയതി വരെ ഈ ഒരു നിലവിലെ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ടാകും. ഏകദേശം 2000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പൊ തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. അതായത് നിങ്ങൾക്കറിയാം 10th ലെവൽ പ്രിലിംസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന കമ്പനി ബോർഡ് LGSനേക്കാളും കുറച്ചുകൂടി എന്തായിരിക്കും, മെയിൻസിനേക്കാളും കുറച്ചുകൂടി ടഫ് ആവാനുള്ള സാധ്യതയുണ്ട്. കാര്യം VFA വരുന്നുണ്ട്, ബെവ്കോ വരുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ചിലവർ VFA അല്ലെങ്കിൽ ബെവ്കോ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരായിരിക്കും. കമ്പനി ബോർഡ് LGS ഫോക്കസ് ചെയ്ത് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ ചിലപ്പോൾ അത് തന്നെ നമുക്ക് LGS ലെവൽ മതി, നമ്മൾ കമ്പനി ബോർഡ് LGS, യൂണിവേഴ്സിറ്റി LGS, വേരിയസ് LGS അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. അപ്പൊ കമ്പനി ബോർഡ് LGSന്റെ മെയിൻസിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലാണ് വലിയ വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പൊ അതായത് ഏകദേശം നമുക്ക് പൊതുവിജ്ഞാന അല്ലെങ്കിൽ GKക്ക് അവിടെ വരുന്ന മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മാർക്കാണ്. അതില് കറണ്ട് അഫേഴ്സിന് നമുക്ക് 20 മാർക്ക്, സയൻസിന് 10 മാർക്ക്, അതുപോലെ പൊതുജനാരോഗ്യം പബ്ലിക് ഹെൽത്ത് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വരുന്ന എത്രയാണ്, 10 മാർക്ക്. പിന്നെ മാത്സിന് 20 മാർക്കാണ് അവിടെ വരുന്നത് അല്ലെ. ഇനി ബാക്കി നമ്മൾ എങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ 10th പ്രിലിംസ് എക്സാമിന്റെ, അതായത് 10th പ്രിലിംസിന്റെ സിലബസ് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നിനും കുറച്ചുകൂടി ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നത് ഏതാണ്, നമുക്ക് സയൻസ് ആൻഡ് ടെക്, കലാസാഹിത്യം, സയൻസ് ആൻഡ് ടെക്, ആർട്സ്, അതിനൊക്കെ എക്സ്ട്രാ 10 മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ ജോഗ്രഫിക്ക് സെപ്പറേറ്റ് ആയിട്ട് 10 മാർക്ക്, കേരള ജോഗ്രഫിക്ക് സെപ്പറേറ്റ് ആയിട്ട് 10 മാർക്ക്. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇന്ത്യൻ ഹിസ്റ്ററിക്ക് അവിടെ 10 മാർക്ക് വരുന്നുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 10 മാർക്ക് വരുന്നുണ്ട്. കേരള ജോഗ്രഫിക്ക് ഞാൻ പറഞ്ഞു 10 മാർക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നാച്ചുറൽ സയൻസിന് സെപ്പറേറ്റ് ആയിട്ട് 10, ഫിസിക്കൽ സയൻസിന് സെപ്പറേറ്റ് ആയിട്ട് 10 മാർക്ക്, മാത്സിന് 10, റീസണിങ്ങിന് 10. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് അല്ലെ.
അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അവിടെയും പഠിക്കുന്നത്. പക്ഷെ കൃത്യമായിട്ട് SSCRT ടെക്സ്റ്റ് ബുക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ കഴിഞ്ഞ നമ്മുടെ 10th പ്രിലിംസിന്റെ അധികം വേക്കൻസി കൂടി ഇല്ലെങ്കിൽ പോലും ഇപ്പൊ കുറച്ച് നമുക്ക് ഈ മാസമൊക്കെ ആയിട്ട് 10th പ്രിലിംസിന്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് സയൻസിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും സ്റ്റാൻഡേർഡ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. അപ്പൊ കമ്പനി ബോർഡ് LGS അല്ലെ ഒരു LGS ലെവൽ എക്സാമിന് ആ ഒരു ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസ് പാസ്സായി നിങ്ങൾക്ക് ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്താന്ന് പറയുന്നത് വളരെ വലിയൊരു കടമ്പ തന്നെയായിരിക്കും. ജസ്റ്റ് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സയൻസിന്റെ ഒക്കെ PYQs നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം വ്യത്യാസമാണ് നമുക്ക് ഇപ്പം PSCയുടെ ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നതെന്നുള്ളത്. അതായത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ പാറ്റേൺ ഒക്കെ മാറിയിരിക്കുകയാണ്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യനിലെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആവർത്തന ചോദ്യങ്ങൾ വളരെ കുറേ 10th ലെവലിലൊക്കെ ആവർത്തന ചോദ്യങ്ങളൊക്കെ വളരെ ഉണ്ട് എന്നല്ല, പക്ഷെ വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കമ്പനി ബോർഡ് LGSനകത്ത് ആ ഒരു ലെവലിൽ മാത്രം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രിലിംസ് എന്തായാലും ടഫ് ആയിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു 70+ എങ്കിലും സ്കോർ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് മെയിൻസിലേക്ക് കയറാൻ പറ്റൂ. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഇത് BFAക്കാരും അതുപോലെ LD-കാരൊക്കെ കമ്പാരിറ്റീവ് ഡിഗ്രിക്കാരൊക്കെ ഉള്ളത് കൊണ്ട് പ്രിലിംസിനകത്ത് കുറച്ച് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതിനുശേഷം അത് പാസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻസിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് കമ്പനി ബോർഡ് LGSന്റെ കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ഒറ്റ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പോകുന്നുണ്ട്, BFA പോകുന്നുണ്ട്, കമ്പനി ബോർഡ് LGS പോകുന്നുണ്ട്, അതേപോലെ ഏതാണ് ബെവ്കോ LDC ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 3000 രൂപയാണ്. നമ്മൾ ഈ ഫീസ് വെക്കുന്നതിന് നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം നിങ്ങൾ എന്താണോ പഠിക്കേണ്ടതെന്നുള്ളത് ഡെയിലി സ്റ്റഡി പ്ലാൻ പ്രകാരം 3 ക്ലാസ് 3 ഡിഫറെന്റ് സബ്ജക്ട് തരുന്നുണ്ട്. ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ PDF നോട്ട്സും അതിന്റെ ടെസ്റ്റും നിങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമാണ് നിങ്ങൾ Day 2ലേക്ക് പോകുള്ളൂ. Day 1, Day 2, Day 3, Day 4 അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് കൃത്യമായി നിങ്ങളുടെ ടൈം ടേബിൾ പ്രകാരമുണ്ട്. ഇനി ഇതിന് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ACB അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, SCRTക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങിയ അൺലിമിറ്റഡ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അറിയാനായി ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡയറക്റ്റ് കോഴ്സ് പർച്ചേസ് ചെയ്ത് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ റെസിപ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.